ഞാൻ ആലോചിക്കുന്നതല്ല, ഈ പിങ്കി ആണെങ്കിൽ അലറ ചില്ലറ കള്ളത്തരങ്ങളും ഒളിച്ചുവെപ്പൊക്കെ ഉണ്ട്. പക്ഷെ റിങ്കി അങ്ങനെ എല്ലാ കാര്യവും നമ്മുടെ അടുത്തൊന്നും പറയില്ലേ. പിന്നെ അവള് പറഞ്ഞിട്ടുണ്ട് ഒരു കാരണവശാലും പറയാൻ സാധിക്കില്ല, ബ്ലോക്ക് ചെയ്തോളാം. മോളെ മക്കളെ ജിമ്മിലൊക്കെ പോയാ? എന്തുണ്ട്? ജിമ്മിലൊക്കെ പോയി. പിന്നെ എനിക്ക് എന്തൊക്കെയുണ്ട് വിശേഷം? ജിമ്മിൽ എന്തൊക്കെയുണ്ട്? ഫ്രണ്ട്സ് ഒക്കെ വന്നു? എല്ലാരും വന്ന്. അതെ അമ്മ, എനിക്കൊരു കാര്യം പറയാം. ഒരു കാര്യം ഞാൻ മറന്നുപോയി രവിയേട്ടാ. നമ്മള് തുണിയൊക്കെ വെള്ളത്തിട്ട് വെച്ചതല്ലേ പിള്ളേരുടെ? മോളുടെയാ? നീ ഇങ്ങനെ തുണിയൊന്നും അധികം നേരം വെള്ളത്തിട്ട് വെക്കല്ലേ, അതിന്റെ കളർ പോകും, ചിലപ്പോ കരമ്പിന് മേടിക്കും. അത് മോളുടെ പുതിയ ഉടുപ്പുകളാണ്, വില കൂടി ഉടുപ്പുകൾ. ഞാൻ പോയിട്ട് പെട്ടെന്ന് പോയി തുണി മുക്കി വെച്ചത്. അത് പിന്നെ മുക്കി വെക്കാം. എനിക്കിപ്പോ ഒരു കാര്യം പറയാനുണ്ട്. രവിയേട്ടന്റെ കൂടെ വരണം, എനിക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റില്ല, എനിക്ക് വെയിറ്റ് എടുത്തോടെ. മക്കളെ ചെന്ന് തുണിയൊക്കെ എടുത്ത് വിരിച്ചിട്ടിട്ട് വരാം. അതല്ല അച്ഛാ, അത് പിന്നെ ആവാലോ. ഇതിപ്പൊ കേള് ഞാൻ പറയാം. എനിക്ക് മനസ്സിലായി, മോക്ക് ഇനിയും പുതിയ ഉടുപ്പ് വേണം, വാങ്ങിച്ചു തരും. അതൊക്കെ പിന്നെ വേറെ ഡ്രസ് വേണമെന്നില്ലേ? പിന്നെ വാങ്ങിച്ചു കൊടുത്താൽ ഇപ്പൊ വേണ്ടെന്ന്. തിരക്കില്ലെന്ന് എനിക്ക് മനസ്സിലായി. പിങ്കിക്ക് വാങ്ങിച്ചു കൊടുക്കലെന്നില്ലേ? വാങ്ങിച്ചു കൊടുക്കൂല മോളെ, വാങ്ങിച്ചു കൊടുക്കൂല. മോക്കെ വാങ്ങിച്ചു തരും. എന്ത് കഷ്ടം ഇത്. കാര്യം പറയാനും സമ്മതിക്കില്ലല്ലോ. ഓ, ഇനിയിപ്പോ ഇതിന്റെ ഇടയിൽ പോയി ചെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാ ഇനിയിപ്പോ വഴക്കുറയും. ഇനിയിപ്പോ എന്ത് ചെയ്യും? ഫ്രീ ആയതിനു ശേഷം പോയി പറയാം, അതായിരിക്കും ബെറ്റർ. ഭഗവാനെ, സമ്മതിക്കണേ. കാലിയെ മേച്ചു നടക്കുമ്പോ കാലച്ചയില്ലാതെ വന്നപ്പോ പാവമേ ഗോപിക പിന്നിൽ കാണാതെ ആരാലും എങ്ങാനോ കണ്ടാലോ കൂട്ടുമായാജാലം. ചേച്ചി, നീ ആരെ പറ്റി ഇത്ര വർണ്ണിച്ച് പാടിയേ? ആരെ പറ്റിയാലും നിനക്കെന്ത്? അല്ല, ചുമ്മാ അറിഞ്ഞിരിക്കാം. ഇപ്പൊ അറിഞ്ഞിരിക്കണ്ട. കാമുകനെ പറ്റിയാണെന്ന് തോന്നുന്നു. എന്ത് ചേച്ചി, നിനക്ക് എന്റെ അടുത്ത് എന്തെങ്കിലും പറയാനുണ്ടോ ചേച്ചി? എനിക്കൊന്നും പറയാനില്ല നിന്റെ അടുത്ത്. അയ്യ, അങ്ങനെ പറഞ്ഞോടാ, എന്തെങ്കിലും പറ. ഉണ്ട്. ഉണ്ടാ? നിന്റെ അടുത്തല്ല, എന്റെ അച്ഛനോട്. എടി, അച്ഛൻ്റെ അടുത്ത് പറയുമ്പോ എന്റെ അടുത്ത് പറയടി, ഞാനും കൂടെ ഹെൽപ്പ് ചെയ്യടി പറയാൻ. ഓ, അങ്ങനെയാണോ? പക്ഷേ എനിക്ക് ഒരു ഇടനിലക്കാരിയുടെ ആവശ്യമില്ല. അങ്ങനെ പറയാ. എനിക്ക് പറയാനുള്ള കാര്യം ഞാൻ അച്ഛനോട് നേരിട്ട് പറഞ്ഞോളാം, കേട്ടോ? ഓക്കെ? എന്റെ അടുത്ത് പറ. ആവശ്യമില്ല, മാറി നിൽക്കും. ഉണ്ണിയപ്പോ പറഞ്ഞാൽ ഇനി എന്തെങ്കിലും സത്യം ഉണ്ടോ? അവളാ പോക്കത്ര ശരിയല്ലേ? അവള് വീണ്ടും സംസാരിക്കാൻ വന്നാ മാമ, ഞങ്ങൾ അവിടെ ഇരുന്നപ്പോണ്ടല്ല വലിയ കാര്യം പറയാൻ പറഞ്ഞ പോലെ ഇങ്ങനെ പറഞ്ഞു. പക്ഷെ ഞങ്ങൾ വാ തുറക്കാൻ സമ്മതിച്ചില്ല. ഞങ്ങൾ ഉടനെ വേറെ കാര്യമൊക്കെ പറഞ്ഞ് നൈസായിട്ട് അത് ബ്ലോക്ക് ചെയ്ത്. അല്ലേ മണി? അതന്നെ, അവൾ ഈ സൈഡിൽ കൂടെ വരും, നമ്മൾ അവിടെ ബ്ലോക്ക് ചെയ്യും. അവൾ ഇപ്പുറത്തൂടെ വരും, നമ്മൾ അവിടെ ബ്ലോക്ക് ചെയ്യും. ഞങ്ങൾ ഓടിക്കളയും. ഞങ്ങൾ സമ്മതിച്ചില്ല പറയാൻ. എന്താണ് ഇവിടെ ചർച്ച? ഞങ്ങളിങ്ങനെ ലോക കാര്യങ്ങളൊക്കെ പറഞ്ഞ് ആഗോള സ്ഥാപനത്തിനെ പറ്റിയൊക്കെ പറഞ്ഞോണ്ടിരിക്കുന്നു. അല്ലേ രവിയേട്ടാ? അത്രേ ഉള്ളല്ലേ? അതെ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എനിക്കുണ്ടൊരു കാര്യം പറയാൻ. എനിക്കുണ്ട്. മണി, നമ്മുടെ രാംകുമാർ സാറല്ലേ? രാംകുമാർ സാറിന്റെ കുഞ്ഞമ്മയുടെ മോളുടെ മോള് പഠിക്കാനൊക്കെ നല്ല കുട്ടി, കാണാനും സുന്ദരിയാണ്. ഈ അടുത്ത കാലത്ത് അതോ ഈ സോഷ്യൽ മീഡിയ കൂടെ പരിചയപ്പെട്ടൊരു പയ്യനുണ്ടല്ലോ, അവനുമായിട്ട് മെനങ്ങാതെ ഇറങ്ങിപ്പോയി. പോയാ? പൊന്നെ പോറ്റിന്ന് പറഞ്ഞ് വളർത്തുന്ന പിള്ളേരെ ഏതെങ്കിലും അടുത്ത് ഇളിച്ച് കാണിക്കുമ്പോ അങ്ങ് പുറകെ വാല് കെട്ടിക്കൊണ്ട് പോവല്ലോ. അച്ഛനമ്മമാർ എന്തോ നീയേ? പിന്നല്ലേ, ഇതൊക്കെ തെറ്റല്ലേ മോളെ? എന്ത് തെറ്റ്? ലോക മണ്ടത്തനാണ് ആ കൊച്ചു ചെയ്തത്. സപ്പോസ് എനിക്ക് ഒരാളെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഞാൻ അത് അച്ഛനോട് വന്ന് പറയും. അപ്പൊ അച്ഛൻ എന്ത് ചെയ്യും? നടത്തി തരുമോ? ഇല്ലേ? നടത്തി തരുമല്ലോ. അപ്പൊ ആണെങ്കിലോ നടത്തി തരൂലേ? അതാണ്. അമ്മയാണെങ്കിലോ നടത്തും. അങ്ങനെ ചെയ്യേണ്ടതിന് പകരം ഇറങ്ങി ഓടിയിരിക്കും. അപ്പൊ അവള് ചെയ്ത ലോക മണ്ടത്തന്. അതൊക്കെ പോട്ട്. ഞാനൊരു കാര്യം പറയാനാ വന്നത്.
പക്ഷെ നിങ്ങളുടെ മൂടൊന്നും ശരിയല്ല. ഈ സമയത്ത് ഞാൻ ഇത് പറയുന്നതും ശരിയല്ല. അപ്പൊ ഞാൻ പിന്നെ പറയാം. അത് നന്നായി. ഞാൻ പോണു. ഇതത് തന്നെ രവിയേട്ട, എനിക്ക് ഇത്രയും നേരം സംശയം ഉണ്ടായിരുന്നു, ഇപ്പൊ ഉറപ്പിച്ചു. അത് അവൾക്ക് ആരോടെങ്കിലും ഇഷ്ടമുണ്ടോ? പിന്നെ അല്ലാതെ ഇവിടെ വല്ലവരെയും വിളിച്ചോണ്ട് വീട്ടിനകത്ത് വരികയാണെങ്കിൽ രണ്ടെണ്ണത്തിനെ അടിച്ചിറക്കണ്ട. ആ നിങ്ങൾ നിർത്തുന്നുണ്ടാ? ഞാൻ ഇപ്പൊ ആലോചിക്കണ അതൊന്നുമല്ല. എന്റെ മണി ഇതുപോലെ അമ്മ വല്ല അറിയണം. അമ്മ അറിഞ്ഞ എന്തോന്ന്, എവിടെങ്കിലും പോയിരുന്ന് കരയും. എന്റെ അച്ഛനും മണിക്കൂട്ടൻ ചേട്ടനും അറിഞ്ഞുള്ള കാര്യം ആലോചിച്ച് നോക്കേ, ഒരു ലോഡ് ശവ ഈ മുറ്റത്ത് വീഴും. ഒന്ന് നിർത്തോ, കുടുംബത്തിനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പോയ പെണ്ണിന്റെ കാര്യത്തിൽ തീരുമാനം എടുക്കേ. ഭഗവാനെ, ഈ കുടുംബം എങ്ങനെയുള്ളതായി പോയല്ലേ. അല്ലേലും മത്തം കുത്തിയ കുമ്പളം മുളയ്ക്കൂ. എന്നാലും മാമ അങ്ങനെ പറഞ്ഞ എന്താണ്? എന്ത് മണി? മണി എനിക്കൊന്നും അറിഞ്ഞൂടാ. ഞാൻ ഇന്ന് വരെ നിന്നെ മാത്രമേ സ്നേഹിച്ചിട്ടുള്ളൂ. അല്ലാതെ എനിക്കറിഞ്ഞൂടാ. സത്യമായിട്ട് നിന്നാണ്, നമ്മുടെ മക്കളാണ് തന്നെ മാമ. സത്യമായിട്ടും മാമ. ഇവിടെ ഇനി എന്തെങ്കിലും ഉണ്ടോ? ഫോൺ ഇവളുടെ ലോക്ക് എന്താ? R P ലോക്കായി. ഒന്നുമില്ല ഇതിനകത്തൊന്നും. കഷ്ടം. ഇതാണപ്പോ മേടിച്ചേ. ഓഹോ, എന്താ നാക്കടയത്? വന്നവള് തീരെ പഠിപ്പേ വന്നേക്കാം. ഒന്നുമില്ലേ? ഇതാരേ? ഓഹോ, ഇന്ന് സെപ്റ്റംബർ 28. ആദ്യമായി അവൻ എന്റെ മനസ്സിൽ കയറിക്കൂടിയ ദിവസം. എന്താടി എന്താടി ഇന്ന് വേർക്കുന്ന? എന്തൊരു ചൂടടി ഇവിടെ. ഫാൻ ഉണ്ടോ? മറന്നു. എന്താ നീ ഒളിപ്പിക്കുന്നേ? ഭയങ്കര മുതുക് വേദന. അയ്യോ നടുവയ്യേ. എന്തോ കള്ളത്തിനുണ്ടല്ലോ. എന്തോടി? നടുവയ്യടി. അയ്യോ വയറാനിക്കണേ. അയ്യോ പോ. അയ്യോ